ജന്മാദ്യസ്തേതോന്യയാതിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തിയ സൂര്യ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോംഷ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 17 അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ടു. ഇനി 2 അധ്യായം കൂടി ആ സ്കന്ധത്തിലുണ്ട്. 18ാമത്തെ അധ്യായം. സൂത ഉവാച യോ വേദോന്യത്ര വിപ്ലിഷ്ടോ ന മാതുരുദരേ മൃത അനുഗ്രഹാത് ഭഗവത കൃഷ്ണസ്യ അത്ഭുതകർമ്മണ. അത്ഭുതകർമാവായിരിക്കുന്ന അത്ഭുതങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവത കൃഷ്ണൻ്റെ, ഭഗവാനായ കൃഷ്ണൻ്റെ, കൃഷ്ണസ്യ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ, അതാണ് മാതു ഉദരേ, മാതു മാതാവിൻ്റെ ഉദരത്തിൽ ആര് ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ട, ദ്രൗണിയുടെ അസ്ത്രത്താൽ ദഹിപ്പിക്കപ്പെട്ടവനായ വൈ പരീക്ഷിത്ത് മരിച്ചില്ല. ഉത്തരയുടെ ഗർഭത്തിൽ ബ്രഹ്മാസ്ത്രത്തിനാൽ ദഹിപ്പിക്കപ്പെട്ടിട്ടും ഭഗവാൻ രക്ഷിച്ചത് കാരണം പരീക്ഷിത്ത് മരിച്ചില്ല. യോ വേ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടോ, ദ്രൗണി അശ്വത്ഥമാവ്, അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നശിക്കാത്ത ന മാതുരുദരേ മൃത, മാതൃഗർഭത്തിൽ മരിക്കാത്ത പരീക്ഷിത്ത്. എന്തുകൊണ്ട്? ഭഗവത കൃഷ്ണസ്യ അനുഗ്രഹാത്, ഭഗവാനായ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. ബ്രഹ്മകോപോത്തിദീസ്തു തക്ഷക പ്രാണവിപ്ലവാത് ന സമ്മുമോഹോരു ഭയാത് ഭഗവത്യർപ്പിതാശയ. ഭഗവതി, ഭഗവാൻ എന്നുള്ളതിൻ്റെ വിഭക്തിയാണ്, വേറെ വിഭക്തിയായിട്ട് വരും. ഭഗവതി, ഭഗവാനിൽ, 5ാമത്തെ വിഭക്തി. അർപ്പിതാശയ, അർപ്പിക്കപ്പെട്ട ആശയത്തോടു കൂടിയ. യാതൊരുവനാകട്ടെ. ബ്രഹ്മകോപോത്തിതാത്, ബ്രാഹ്മണ കോപത്തിൽ നിന്ന് പുറപ്പെട്ട. തക്ഷകാത് വിപ്ലവാത്, തക്ഷകനിൽ നിന്നുള്ള മരണം. ഒരു ഭയാത്, മഹാഭയത്തിൽ നിന്ന് മോഹിച്ചില്ല. തക്ഷകൻ കടിച്ച 7ാം ദിവസം മരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പരിഭ്രമമില്ലാതിരിക്കുമോ? ഒരു പരിഭ്രമം ഉണ്ടായില്ല. അതാണ് ഈ ഭഗവത് ഭക്തി ഒരു പരിധി വരെ ആയാൽ, ഭാഗവതമൊക്കെ വിശേഷമായാൽ മരണത്തെ തെല്ലും പേടിയുണ്ടാവില്ല എന്നാണ്. ശരിക്കും ഞാൻ പറയാറുണ്ടല്ലോ, മരണത്തിനെ പേടിയല്ല അധികം ആൾക്കാർക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകം വിട്ടുപോകാനുള്ള മടിയാണ്. ഈ ലോകത്തിനോടുള്ള ബന്ധം വളരെ ദൃഢമാവുമ്പോഴാണ് മരണഭയം ഉണ്ടാവുക. അത് ഭയമല്ല സത്യത്തിൽ. മരണഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയം എന്ന് പറയുന്നുണ്ടെങ്കിലും മടി, ലോകം വിട്ടുപോകാൻ ആർക്കാ ഇഷ്ടമുണ്ടാവുക? എൻ്റെ കുട്ടി, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ സുഖിക്കാൻ വാങ്ങി വെച്ച സാധനങ്ങൾ, എൻ്റെ ധനം, ഭൂമി, ഇവയോടുള്ള അറ്റാച്ച്മെൻ്റാണ് സത്യത്തിൽ ഈ മരണഭയം എന്ന് പറയണത്. അതുകൊണ്ട് പൊതുവേ കുറേ സൗകര്യങ്ങളില്ലാത്തവർക്ക് മരണഭയം കുറയുന്നതാണ്. ശരിയാണ്. എന്തിനെ വിട്ടുപോകണം? അയാൾക്കൊന്നുമില്ല വിട്ടുപോകാൻ. അപ്പം ഈ മരണഭയം എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ? ലോകം വിട്ടുപോകാനുള്ള മടിയാണ്. അതൊരു ഭയം, മരണത്തെയല്ല ഭയക്കുന്നത്, ഈ ലോകം വിട്ടുപോകാനുള്ള മടി. അതെന്തുകൊണ്ടാണ്? ലോകത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, ബന്ധം. ഞാൻ വാങ്ങി വെച്ച സാധനങ്ങൾ, സ്വർണം, ഭൂമി, വീട്, ഭാര്യ, മക്കൾ, വീട്, എൻ്റെ സ്വജനങ്ങൾ, ഇവരോടുള്ള ആ ഒരു സ്നേഹം കാരണം ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഈശ്വര മാർഗത്തിൽ വരുന്നവർക്ക് മരണത്തെ പേടിയില്ല, ലോകത്തിനോട് അറ്റാച്ച്മെൻ്റ് അവർക്കില്ല. പിന്നെ വിട്ടുപോണേന് എന്തിനാ പേടിക്കണം? ഉള്ളിടത്തോളം അതൊക്കെ അനുഭവിക്കുമെന്ന് വരും ചിലർ. ഒക്കെ ഉള്ളിടത്തോളേ ഉള്ളൂ. എന്ന് ഇവിടുന്ന് പോകണോ ഒക്കെ വിടാൻ തയ്യാറാണ്. ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചാൽ തന്നെ മതിയല്ലോ അതിനോടുള്ള ബന്ധം കുറയ്ക്കാൻ. ഇവിടെ ഉള്ളപ്പോൾ മാത്രമേ ഇതൊക്കെ പറ്റൂ. ഒരു ദിവസം പോകേണ്ടിയും വരും എന്ന് ഉറപ്പിച്ചാൽ പിന്നെ അവർക്ക് ഒന്നിനോടും വലിയ ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് പരീക്ഷിച്ച ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടായില്ല? ബ്രഹ്മകോപോത്തിതാത്, ബ്രഹ്മശാപം കൊണ്ടുണ്ടായ
തക്ഷകാത് പ്രാണവിപ്ലവ, തക്ഷകനിൽ നിന്നുള്ള പ്രാണനാശത്തെ ന സമ്മുമോഹോരുഭയാത്, പേടിച്ചില്ല, മോഹിച്ചില്ല. എന്തുകൊണ്ട്? കാരണമാണ് അവസാനം വന്നത് ഭഗവത്യർപ്പിതാശയ, ഭഗവത് പാദപത്മത്തിലുള്ള മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നു. അതിലാണ്ട് ഉറപ്പിച്ചാൽ പിന്നെ മരണത്തെ പേടിക്കില്ല, ഇവിടെ വിട്ടുപോകാനൊരു പേടിയില്ല. വരേണ്ട സമയത്ത് അതുകൊണ്ട് വരട്ടെ, നോക്കാം, എന്തായാലും ഒരു ദിവസം വരും തീർച്ചയായും, അതിനെപ്പോയി പേടിച്ചിട്ട് എന്താ കാര്യം എന്നൊരു ഭാവം. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? അതിനുശേഷം ദുഃഖമില്ലാണ്ടിരിക്കാൻ ഈശ്വര പാദത്തെ മനസ്സിൽ ഉറപ്പിക്കുക. അവൻ്റെ അടുത്ത് കാലൻ പോലും വരില്ല എന്ന് പറയണം. സ്വപ്നേപി പശ്യന്തി നത്തത്ഭടാൻ, നജാമിളോപാഖ്യാനത്തിൽ പറയണു, സ്വപ്നത്തിൽ പോലും യമഭടന്മാർ ഭക്തന്മാരുടെ അടുത്തേക്ക് അവർ കാണില്ല അത്ര ഭടന്മാരെ. സ്വപ്നത്തിൽ പോകാൻ യമഭടന്മാർക്ക് പേടിയാ ഭക്തന്മാരെ. ആ അവസ്ഥയിൽ ഭഗവന സമ്മുമോഹോരു മരണത്തെ പരീക്ഷിത്ത് ഭയന്നില്ല, പരിഭ്രമിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ഉത്സൃജ്യ സർവത സംഘം വിജ്ഞാതാജിത സംസ്ഥിതി വയ്യാതഗോ ശിഷ്യോ ഗംഗായാം സ്വം കളയേവരം. സർവത എല്ലാറ്റിൽ നിന്ന് സംഘത്തെ ഉത്സൃജ്യ, ബന്ധത്തെയും സംഘത്തെയും അറ്റാച്ച്മെൻറ്റ്, ഇംഗ്ലീഷ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഉപേക്ഷിച്ചിട്ട് വിജ്ഞാതാജിത സംസ്ഥിതി, വിജ്ഞാതമായിരിക്കുന്ന അജിതൻ്റെ അറിയപ്പെട്ടതായിരിക്കുന്ന ഭഗവത് മാഹാത്മ്യം കൊണ്ട് എന്നർത്ഥം. അജിതൻ ഭഗവാൻ എന്തു ചെയ്തു? വയ്യാസകേ, വ്യാസപുത്രൻ്റെ, അതായത് ശുഗമഹർഷി വ്യാസപുത്രനാണല്ലോ. വയ്യാസകി എന്ന് പറഞ്ഞാൽ വ്യാസപുത്രൻ എന്നാണ്. ശിഷ്യ സ്വങ്കളേവരം ഗംഗായാം ജഹു, ഗംഗാതീരത്ത് തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ശുഗമഹർഷിയിൽ നിന്ന് വ്യാസശിഷ്യനായിട്ട്, വ്യാസപുത്രനായിട്ട്, വ്യാസപുത്രൻ്റെ ശിഷ്യനായിട്ട്, വ്യാസപുത്രൻ ശുഗമഹർഷിയുടെ ശിഷ്യനായിട്ട് എന്ത് ചെയ്തു? ശരീരം ഗംഗയിൽ ഉപേക്ഷിച്ചു. ഗംഗാതീരത്ത് ശരീരം ഉപേക്ഷിച്ചാൽ പിന്നെ മോക്ഷത്തിന് വേറൊന്നും വേണ്ട. അതുമല്ല, ശുഗമഹർഷിയിൽ നിന്ന് ഭാഗവതം കേട്ടിട്ട് വ്യാസൻ്റെ പുത്രനിൻ്റെ ശിഷ്യത്വത്തെ പ്രാപിച്ചു. അങ്ങനെ തൻ്റെ ശരീരത്തെ സുഖമായിട്ട് ഗംഗാതീരത്ത് ദുഃഖത്തോടു കൂടിയിട്ടോ ദാരുണമായിട്ടുള്ള മരണമോ അല്ല. നോത്തമശ്ലോകവാർത്താനാഞ്ജശതാന്തൽക്കഥാമൃതം സംഭ്രമോന്തകാലേബി മരതാം തത്പദാംബുജം പറയണം. നോത്തമശ്ലോകവാർത്താനാഞ്ജഷതാം തൽക്കഥാമൃതം, ഭഗവാന്റെ കഥയാകുന്ന അമൃതം, അമൃതത്തേക്കാൾ വലുതാണെന്ന്. അമൃതം കഴിച്ചാൽ അയാൾ മരിക്കില്ല എന്നാണല്ലോ പറയുക. അപ്പോൾ വിശിഷ്ട വസ്തുവല്ലേ, അതിനേക്കാൾ വിശിഷ്ടമാണ് ഈ കഥയാകുന്ന അമൃതം. ഞങ്ങളുടെ താല്പര്യം ജനിച്ച് കിട്ടുക വേണ്ടു. അത് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, പൂർവ്വപുണ്യമുള്ളവർക്കേ പറ്റും. ആ താല്പര്യം ജനിച്ചാൽ പിന്നെ എന്തില്ല, അവസാന കാലത്തും കൂടി പരിഭ്രമല്ല. സ്യാത് സംഭ്രമ അന്ധകാലേബി സ്മരതാം തൽപദാംബുജം, അന്ധകാലേബി സംഭ്രമം ന. ലോകത്തിൻ്റെ ആദ്യമാണ് കേട്ടോ അവസാനം പറയേണ്ടത്. സംഭ്രമം ഇല്ല. ന ഉത്തമ ശ്ലോക വാർത്താന എന്നുള്ളതിൻ്റെ മുമ്പിൽ ഉത്തമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അവസാന കാലത്ത് പോലും ആ ഭക്തൻ ഒന്നിനെയും കുറിച്ച് വേവലാതിപ്പെടുകയോ സംഭ്രമപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യുന്നില്ല. കാരണോ മരതാം തത്പദാംബുജം, ആ ഭഗവാന്റെ പാദപത്മത്തെ സ്മരിക്കുന്നത് കൊണ്ട് എന്നർത്ഥം. എന്ത് വന്നാലും പരിഭ്രമല്ല. മരണത്തെ പേടിയില്ലാത്ത ഒരാൾക്ക് വേറെ എന്തിനേലും പേടിയുണ്ടാവുമോ? ഏറ്റവും വലിയ ഭയം മരണമാണ്, അതംശമൊന്നുമില്ല. അവർക്ക് പിന്നെ വേറെ എന്തിനെങ്കിലും പേടിയുണ്ടാവുമോ? താവൽക്കലിർന പ്രഭവേൽ പ്രവിട്ടോ പീകസർവത യാവതീശോപഹാനുർവ്യാം അഭിമന്യവ ഏകരോട്. ആഭിമന്യവ, അഭിമന്യുപുത്രനാണ് ആഭിമന്യവൻ, മഹാനായിരിക്കുന്ന. യാവത് ഏതുവരെ, ഏകരോട് ചക്രവർത്തിയും ഈശാവതിയും ആയിരിക്കുന്നുവോ, താവത് അതുവരെ, ഏത് കാലം തൻ്റെ ഭരണ സമയം കാലം ഉണ്ടോ അതുവരെ എന്നർത്ഥം. ഇഹ സർവത, ഇവിടെ എങ്ങും, പ്രവിഷ്ടോപി പ്രവേശിച്ചവനായെങ്കിലും, കലി ഉർവ്യാം ഭൂമിയിൽ പ്രഭുവായിരിക്കില്ല. പരീക്ഷത്തിൻ്റെ കാലം കഴിയോളം കലിക്ക് ഒരു അധികാരവും കൊടുത്തില്ല പരീക്ഷിത്ത്.
പരീക്ഷിത്ത് രാജാവ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കലിയുടെ ആക്രമണം ഉണ്ടായില്ല. താവൽ കലി ന പ്രഭവേൻ, കലിയുടെ പ്രഭാവം ഇല്ല. പ്രവിഷ്ടോപീഹ സർവദാ, എല്ലാ ദിക്കിലും ഉണ്ട് കലി, എങ്കിലും അവൻ്റെ ആ കേമത്വം കാണിക്കാൻ ധൈര്യം വന്നില്ല. കലി ഉണ്ടെന്ന് മാത്രം, നാമമാത്രമായിട്ട്. യാവതീശോ മഹാനുർവ്യാം ആഭിമന്യവയേകരോട്, ചക്രവർത്തിയായിരിക്കുന്ന പരീക്ഷിത്തിനെ ഭയന്ന് ജീവൻ കൊടുത്ത അല്ല ചറ്റ വിട്ടുവെട്ട കലിയുടെ പണി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പരീക്ഷിത്ത് എന്ന് കേട്ടാൽ തന്നെ കലി വിറയ്ക്കും. നാമമാത്രമായിട്ട് ചില സ്ഥാനങ്ങൾ നിർദ്ദേശിച്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇരിക്കാമല്ലോ, അതെവിടെ കിട്ടുക നോക്കി നടക്കുക എന്നല്ലാതെ അതല്ലാത്ത ഒരു സ്ഥലത്തും കലി പ്രവേശിച്ചില്ല. കലി ആരെയും ബാധിച്ചതും ഇല്ല. ഈ 5 സ്ഥാനം നോക്കിയിട്ട് ബാധിക്കും, അത്രയേ ഉള്ളൂ. യത്മിന്നർഹനേറിയേ ഭഗവാൻ ഉത്സസർജകാം തദേവേവഹാനുവൃത്തോസ അധർമ്മപ്രഭവക്കലി. അധർമ്മപ്രഭവക്കലി ഇതിൻ്റെ അർത്ഥം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അധർമ്മ പ്രഭാവം നടത്തിക്കൊണ്ടിരിക്കുന്ന കലി, അധർമ്മിഷ്ഠനായിരിക്കുന്ന കലി. യസ്മിൻ നഹനി, ഏതൊരു ദിവസത്തിൽ, എർഹതി ഏതു സമയത്തിൽ, എർഹി ഭഗവാൻ കൃഷ്ണൻ ഗാം ഭൂമിയെ ഉപേക്ഷിച്ചു, തഥാ ഏവ അപ്പോൾ തന്നെ, ഇഹ ഇവിടെ പ്രവേശിച്ചു എന്നാണ്. കലിക്കുന്നാലും എവിടെയെങ്കിലുമൊക്കെ ബാധിക്കണം, പ്രവേശിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെയാണല്ലോ കലിയുടെ സ്വഭാവം. ഓരോരുത്തർക്കും അവരവരുടെ ആ ഒരു ഇത് കാണിക്കണം എന്നുണ്ടാവും. കലിക്ക് ഇപ്പോൾ ധർമ്മമില്ലാണ്ടേക്കിയിട്ട് വിലസണം, മൂപ്പരുടെ ഒരു കലിയുടെ ഒരു പ്രകൃതമാണത്. പക്ഷെ ഒരു പഴുത് കാണണ്ടേ, എവിടെയും പഴുത് കൊടുത്തില്ല പരീക്ഷിത്ത്. ഒരു പഴുത് ഇവിടെ കിട്ടി എന്നാണ്. അതെന്താ, അത് കൃഷ്ണൻ ഇവിടുന്ന് പോയി, ഇനി എന്തായാലും ഒരു അവസരം കിട്ടാതിരിക്കില്ല. ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ പോലെ എന്തായാലും ആവില്ലല്ലോ ഭഗവാൻ ഇവിടുന്ന് പോയാൽ ആവോ. അതുകൊണ്ട് ഇനി എനിക്ക് കുറച്ച് ബാധിക്കാനുള്ള അവസരം കിട്ടും. യസ്മിൻ അർഹനി എർഹേവ ഭഗവാൻ ഗാം, ഗാം എന്ന് പറഞ്ഞാൽ ഭൂമി. എപ്പോൾ കൃഷ്ണൻ ഈ ഭൂമിയിൽ നിന്ന് പോയോ, തദേവേഹാനുവൃത്തോസ അധർമ്മപ്രഭവക്കലി, അധർമ്മപ്രഭനായിരിക്കുന്ന കലി അനുവൃത്ത പ്രവേശിച്ചു. ഇനി ഞാൻ ചിലതൊക്കെ ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. നാനുദ്ദേശികലിം തമ്രാട് സാരംഗ ഇവസാരവ് കുശലാന്യാശു സിദ്ധ്യന്തി നേതനാണി കൃതാനിയൻ. കലിയെ ഒതുക്കിയതല്ലേ പരീക്ഷിത്ത്, പിന്നെ വീണ്ടും എന്തേ കലി കടന്ന് കളിക്കാൻ കാരണം? പരീക്ഷിത്ത് ഒന്നങ്ങനെ കണ്ണടച്ചിരിക്കണു കലിയുടെ നേരെ. അതെന്താ? സാരംഗ ഇവ സാരബുക്ക്. പരീക്ഷിത്തിന് ഏതിലും നന്മ കാണാനുള്ളൊരു മനസ്സുണ്ട്. കലിയിൽ നന്മയുണ്ടോ? പൂവ്. അതുകൊണ്ട് അവനെ കൊല്ലണ്ട തീരുമാനിച്ചു എന്നാണ്. എന്താ കാരണം? വേഗം മുക്തിക്കുള്ള മാർഗം കലിയുഗത്തിലുണ്ട്. അതാണ് മറ്റു യുഗങ്ങൾ 3-ലുമുള്ളവരും അല്ലേ, മറ്റു ഖണ്ഡങ്ങൾ 6-ലുമുള്ളവരും കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു എന്ന് പറഞ്ഞത്. വേഗം നാമജപം കൊണ്ട് പോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് മുക്തി പ്രാപിക്കാനുള്ള ഒരു പ്രത്യേകത ഈ കലിയുഗത്തിൽ ഉണ്ട്. കുശലാന്യാശ സിദ്ധ്യന്തി, വേഗം സൽക്കർമ്മങ്ങൾക്ക് ഫലം കിട്ടും. മറ്റ് യുഗങ്ങളിൽ, കലിയുഗം അല്ലാത്തതിൽ അത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കലി സമ്രാട്ടായിരിക്കുന്ന പരീക്ഷിത്ത കലിയെ വധിച്ചില്ല. ദേഷിച്ചില്ല. അവിടെ നെഗറ്റീവാണ്. കലിയും സമ്രാട്ട് ഉപദ്രവിച്ചില്ല, വധിച്ചില്ല. സാരം കൈവതാരബു, മണ്ടെല്ലാറ്റിൽ നിന്നും സാരം എടുക്കും, തേനെടുക്കും. അതുപോലെ സാരം ഗ്രഹിച്ചു. കലിയുഗത്തിനൊരു ഗുണമുണ്ട്, അത് കാണണ്ടേ എന്ന് വിചാരിച്ച് സാരം ഗ്രഹിച്ചിട്ട് അതിൻ്റെ ഗുണം വശം കണ്ടിട്ട് പരീക്ഷിച്ച് കൊന്നില്ല. കുശലാന്യാശ സിദ്ധ്യന്തി, വേഗം സൽക്കർമ്മങ്ങൾക്ക് ബലം കിട്ടുത്രേ. അതാണ് ഈ വഴിപാടുകൾ അമ്പലത്തിൽ നമ്മൾ നേർന്നാൽ തന്നെ ബലം കിട്ടുന്നത് കാണാം. പിന്നെ ചെയ്യണം കേട്ടോ, നേർന്നിട്ട് ബലം കിട്ടിയത് ചെയ്യാതിരിക്കരുത്. പക്ഷെ പിന്നേക്ക് ചെയ്താലും മതി ഇത്രേ. ഈ വിചാരം കൊണ്ട് ഇന്നത് ഞാൻ ചെയ്തോളാം എന്ന് വിചാരിച്ചാൽ ബലം കിട്ടുന്നതാണ്. കലിയുഗത്തിലേ അങ്ങനെയുള്ളൂ.
ബാക്കിയൊന്നും ചെയ്താലേ ബലം കിട്ടൂ. പുത്രകാമേഷ്ടി നടത്തിയിട്ടാണ് പുത്രനെ കിട്ടണത്, വിചാരിച്ചാൽ കിട്ടില്ല. ഞാൻ പുത്രകാമേഷ്ടി നടത്തിക്കോളാമെന്ന് വിചാരിച്ചാൽ പുത്രൻ ഉണ്ടാവില്ല. പക്ഷെ കലിയിലത് വിചാരിച്ചാൽ തന്നെ ഗുണം കിട്ടുന്നതാണ്. സ്മരണ മാത്രയിൽ തന്നെ കുശലാന്യാസസിദ്ധി, വളരെ വേഗം സൽക്കർമ്മങ്ങൾക്ക് ബലം ചെയ്തതിന് മുമ്പ് തന്നെ വിചാരിച്ചാൽ തന്നെ കിട്ടും. പിന്നെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഫലം വളരെ വേഗം കിട്ടുന്നു. കുശലാന്യാസസിദ്ധി. അതുകൊണ്ട് കലിയെ പരീക്ഷിത്ത് നശിപ്പിച്ചില്ല. കിന്നു ബാലേഷു ശൂരേണ കലിനാധീരവീരുണ അപ്രമത്തപ്രമത്തേഷു യോ മൃഗോ നിഷുവർത്തതേ. ബാലേഷു ബാലന്മാരിൽ, ശൂരേണ ശൂരനും, ധീരഭീരുണ ധീരന്മാരിൽ ഭീരുവും ആയ, കലിന കലിയാൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? സൽക്കർമ്മങ്ങൾക്ക് ബലം കിട്ടും, നാമം ചോദിച്ചാൽ ബലം കിട്ടും, ഈശ്വരകർമ്മങ്ങൾക്ക് മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ ബലം കിട്ടും. ആ കലി പിന്നെ എന്തിനാ ഇപ്പോൾ കൊല്ലണം, അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു പരീക്ഷിച്ച കുറേ ഗുണങ്ങൾ അവനുണ്ടല്ലോ. പ്രമത്തേഷു പ്രമത്തന്മാരായ നൃഷു മനുഷ്യരിൽ യാതൊരുവൻ ജാഗരൂകനായി പ്രവർത്തിക്കണം. ഏതൊരാൾക്ക് പ്രബുദ്ധത ഇല്ലയോ അവരിൽ കലി പ്രവർത്തിക്കും. കലിയുടെ അധികാര സ്വാതന്ത്ര്യ. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്തുണ്ടാവണം? അലർട്ടായിരിക്കണം, ജാഗ്രത വേണം. അതുകൊണ്ടാണ് പണ്ട് പറയും, ഈ കാല് കഴുകുമ്പോൾ കാലിൻ്റെ മടമ്പിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ആദ്യമേ കലി കയറും എന്നാണ്. ബാക്കി എല്ലാം നനഞ്ഞിട്ടുണ്ട്. അത്ര ചെറിയ പഴുതിൽ കൂടെ ഈ കലിക്ക് ചാടി വീഴാനുള്ള ഒരു കഴിവുണ്ട്. അത് ദേഷ്യമായിട്ടാവാം, ഒക്കെ നശിപ്പിക്കാനുള്ളതാവാം, മദ്യപാനമാവാം, ഒക്കെ ആവാം. എന്ന് പറഞ്ഞാൽ കലി ഉണ്ടാവും. അതിലാസക്തി ഉണ്ടായാൽ പോരെ, ബാക്കി എന്ത് ഗുണമുണ്ടായിട്ട് എന്താ കാര്യം? സ്ത്രീജനാസക്തി, മദ്യജനാസക്തി, മദ്യം മധുരാക്ഷി പ്രകാരം ധനത്തിലും അമിതമായ ആശ വന്നാൽ അവിടെ കലി ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള പഴുതുകൾ നോക്കി ഒരു ചെന്നായ ചാടി വീണ പോലെ കലി അവിടെ വന്നോളും. അപ്രമത്തന്മാർ പ്രമത്തേഷു യോ മൃഗോ നിഷു വർത്തതേ. ജാഗരൂകനായ കലി, എപ്പോഴും കലി അപ്രമത്തനാണ്. യാതൊരു അപ്രമത്തം എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മ എന്നാണ്. കലി ബുദ്ധിയില്ലാത്ത ആളല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്രമത്തനാണ്, മഹാബുദ്ധിശാലിയാണ്, കൗശലശാലിയാണ്. അവൻ എവിടെ ചാടി വീഴും? പ്രമത്തേഷു. പ്രമത്തന്മാർ, ബുദ്ധിയില്ലാത്തവർ, ബുദ്ധിശൂന്യന്മാർ, ജഡമതികൾ എന്നൊക്കെ പറയാം. പൊതുവേ ജാഗ്രതയില്ലാത്തവരെയാണ് പ്രമത്തന്മാർ. അപ്രമത്തനായിട്ടുള്ള കലി പ്രമത്തന്മാരിൽ പ്രവർത്തിക്കുന്നു. പ്രമത്തേഷു യോ മൃഗോ നിഷുവർത്ത്. മൃഗൻ ചെന്നായ ചാടി ഇങ്ങോട്ട് വീണ പോലെ അവിടെ കലി പടമെടുത്ത് വരും എന്നാണ്. ഉപവർണിതമേതത്വ പുണ്യം പാരീക്ഷിതം മയാ വാസുദേവ കഥോപേതം ആഖ്യാനം യഥപൃച്ഛത. വാസുദേവ കഥോപേത, വാസുദേവൻ്റെ കഥയോട് കൂടിയതും, ഉപേത കൂടിയത്, അപേതം കൂടാത്തത് കേട്ടോ. ഉപേതം എന്ന് പറഞ്ഞാൽ കൂടിയത്, അപേതം എന്നാൽ കൂടാത്തത്. ഉപേതം കൂടിയത്. ഭഗവാന്റെ കഥ നല്ലപോലെ ചേർത്ത പരീക്ഷത്തിൻ്റെ കഥ. പുണ്യം പരീക്ഷിതം ഏതദാഖ്യാനം. പുണ്യമായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ആഖ്യാനം കഥ ഞാൻ പറഞ്ഞു. മയ ഉപവർണിത. പുണ്യം പരീക്ഷിതം വാസുദേവ കഥോപേതമാഖ്യാനം ഉപവർണിത. പുണ്യവും പരീക്ഷത്തിൻ്റെയും ഭഗവത് കഥയുള്ളതും ചേർന്നതുമായ ഉപാഖ്യാനം ഞാൻ പറഞ്ഞു. യഥപൃച്ഛത ചോദിച്ചത് അനുസരിച്ച് മുഴുവനായി പറഞ്ഞു. യായാ കഥ ഭഗവത കഥനീയോരു കർമ്മണ ഗുണകർമാശ്രയാ പുംബി സംസേവ്യാത്ത ബുഭൂഷുബി. ഒരെണ്ണ കഥനീയോരു കർമ്മണ, കഥനീയങ്ങളും ഉരുക്കളും ആയ കർമ്മങ്ങളോട് കൂടിയ ഭഗവത. ഗുണകർമ്മ ആശ്രയാഹ, ഗുണകർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന യായാ കഥ, ഈ കഥകൾ. ഏതേത് കഥകൾ? ത ബുഭൂഷുബി, ശ്രേയസ് ആഗ്രഹിക്കുന്നവർ, പുംബി പുമാന്മാരാൽ പറയാനും കേൾക്കാനും വളരെയേറെ യോഗ്യമാണ്.
ഏസ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് വളരെയേറെ പറയാൻ യോജിച്ച കഥകളാണ് അല്ലയോ ശൗനകാദികളെ ഇപ്പം ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ പറയുക, ചിന്തിക്കുക, പരസ്പരം ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിനുണ്ടാവുന്നൊരു സുഖം അനുഭവിച്ചവർക്ക് തന്നെ അറിയുള്ളൂ. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഉണ്ടാവുന്ന സുഖം. കഥ പറഞ്ഞു കൊടുക്കാം, പക്ഷെ അതുകൊണ്ട് ഉണ്ടാവുന്ന സുഖം അവരവരെന്നെ അനുഭവിക്കേണ്ടതാണ്. വാക്കുകളെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ആ സമയം നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ ദുഃഖം നമ്മളെ തീണ്ടുന്നില്ല. വേറെ എന്തിനാ അതിനൊക്കെ പറ്റുക? യാ കഥ ഭഗവത കഥനീയോരു കർമ്മണ. പറയപ്പെടേണ്ട മാഹാത്മ്യത്തോടു കൂടിയതായിട്ടുള്ള ഈ കഥകൾ, ഭഗവാന്റെ കഥകൾ, ശ്രേയസ് ആഗ്രഹിക്കുന്നവർ സദാ പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഗുണകർമ്മ ആശ്രയ പുംബി സംസേവ്യാസ്താവ് ഭൂഷുവി. വീണ്ടും വീണ്ടും കേൾക്കുക തന്നെയാണ് വേണ്ടത്. ജേജാക്കിയമാരും പാഠകം പറയുന്നവരൊക്കെ ആദ്യം തന്നെ അങ്ങനെ പറയുക, എത്രയോ ജന്മങ്ങളായി സുഖദുഃഖങ്ങൾ അനുഭവിച്ച് അത് തുല്യങ്ങളാവുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുക എന്നാണ്. ഇപ്പോൾ ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വരനെ സേവിച്ച് സംസാരത്തിൽ നിന്ന് മുക്തി കിട്ടുമല്ലോ വേണ്ടത്. അല്പസാരങ്ങളായ അവസാന വിരസങ്ങളായിരിക്കുന്ന ഓരോ വിഷയങ്ങളെ പരിഭ്രമിച്ച് വ്യർത്ഥമാക്കി കളയാതെ കണ്ട്. എത്ര നല്ലൊരു അവതാരികയറിയോ. എല്ലാ കഥയ്ക്കും ഇതേ പറയാൻ പാടൂ. ചാക്യാരൂത്തായാലും പഴം നിറയും നിയമമാണ്. ഒറ്റ വാക്ക് കേട്ടാൽ മതി മനുഷ്യൻ നന്നാ. വലിയ ആ ഒരു ആദ്യത്തെ അവതാരിക. അപ്പോൾ ഒരവസരം വരുന്ന സന്ദർഭത്തിങ്കൽ ഈശ്വര കഥകളെ ചിന്തിക്കുക. അങ്ങനെ മനസ്സ് അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഗുണകർമാശ്രയ പുംബി സംസേവ്യസ്ത ബുഭൂഷുബി. മനുഷ്യജന്മം എടുത്തിട്ട് ശ്രേയസ് ആഗ്രഹിക്കണവരാണോ നിങ്ങൾ? അതോ അതപ്പതിക്കാനാണോ ആഗ്രഹം? ശ്രേയസ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുക, പറയുക, ചിന്തിക്കുക, ജീവിതത്തിൽ നടപ്പാക്കുക. വിഷയപൂജു. ശൗനകാദികൾ ചോദിച്ചു, സൂത ജീവ സമാസൗമ്യശാസ്ത്രവിശദം ദശ എത്തം ശംസതി കൃഷ്ണത്യാമർത്യാനാം അമൃതം ഹീന. ശൗനകാദികൾക്ക് സന്തോഷമായി. മടിയില്ലാതെ ഈശ്വരകഥകൾ പറഞ്ഞു തരാൻ ഒരാളെ കിട്ടിയില്ലോ അവർക്ക്. ഹേ സൂത എന്ന് പറയണം. സൗമ്യ, നല്ല സ്വഭാവമുള്ളതായിരിക്കണ സൂത. അതുകൊണ്ടാണല്ലോ ഈശ്വരകഥ പറയാൻ തോന്നുന്നത്. ത്വം ശാശ്വതീം സമ. അനേക കാലം ജീവിച്ചിരിക്കട്ടെ. ചില കഥയും പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ആയുസ് അങ്ങേക്ക് ധാരാളം ഭഗവാൻ തരട്ടെ. ശാശ്വതീർ, അനേക കാലം ജീവിച്ചാലും, അനേക കാലം ജീവിച്ചാലും. യാ കൃഷ്ണസ്യ ശേഷ. ഏതിലാണോ കൃഷ്ണമാഹാത്മ്യം പറഞ്ഞു നടക്കുന്നത്, സ്വയം മാഹാത്മ്യം ലോകത്തിലുള്ളവരുടെ കാര്യങ്ങളും അല്ല, കൃഷ്ണൻ്റെ മാഹാത്മ്യല്ലേ അങ്ങനെ പറഞ്ഞു നടക്കണത്. അതിൻ്റെ ഒരു മാഹാത്മ്യം എങ്ങനെയാണ് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുക? യശംസി. കൃഷ്ണൻ്റെ യശസ്സിനെ ഇടതടവില്ലാതെ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ അങ്ങേക്ക്. ധാരാളം ആയുസ് ഭഗവാൻ തരട്ടെ എന്ന് പറയണം. മർത്യാനാം ന അമൃതം ഹി. ഈ മരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവരും മരിക്കാൻ തന്നെ പോകണല്ലേ. നമ്മളൊക്കെ അതാണ് മർത്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം, വാക്കിൻ്റെ അർത്ഥം മരണമുള്ളവൻ. അതുകൊണ്ടാണ് ഈ അമരന്മാർ എന്ന് ദേവന്മാരെ പറയണത്. അമരന്മാർ മരണമില്ലാത്തവർ. അമരന്മാർ മരണമില്ലാത്തവർ ആരാത്? ദേവന്മാർ. അമൃതം കഴിച്ചിട്ടുണ്ടാവും, അമൃതം കഴിച്ചാൽ മരിക്കില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ പറയണം അമൃതം പോലും വേണമെന്നില്ല, ഞങ്ങൾക്ക് ഇത് തന്നെയാണ് അമൃതം. ഈ വേറെ അമൃതമൊന്നും കിട്ടാനില്ല. കഴിച്ചിട്ട് മരിക്കാതിരിക്കണ അമൃതം ഉണ്ടല്ലോ, അത് വേണ്ട. എത്തംശംസതി കൃഷ്ണസ്ത്യ. കൃഷ്ണ മഹാത്മ്യം പറയുന്ന ഈ സംഗതി മർത്യാനാം അമൃതം ഹി ന വിസർഗമുണ്ട് അവിടെ. ഞങ്ങൾക്ക് ഇത് തന്നെയാണ് അമൃതം, ഇനി വേറെ എന്തിനാണ് അമൃതം? കർമ്മണ്യശ്വാസേതു മധുമ്രാത്മനാം ഭവാൻ ആപായേതി ഗോവിന്ദപാദപത്മാസവം മധു. അനാശ്വാസേ, ആശ്വാസത്തോടു കൂടിയതായ അസ്മിൻ കർമ്മണി, ഈ കർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ യാഗമാണ് നടക്കണത്. ഹുദഹുദാഗ്നയ എന്ന് പറഞ്ഞു. നെയ്യ് മന്ത്രം ജപിച്ച് അഗ്നിയിൽ ഒഴുക്കിയുണ്ട്. ശൗനകാദികൾ ചെയ്തുകൊണ്ടിരിക്കുക. ചിന്തയ്ക്കോ കർമ്മോ യാഗമോ ഉണ്ട്. ഈ യാഗത്തിൽ നിന്നതാണ് ഉദ്ദേശിച്ചത്. അസ്മിൻ കർമ്മണി, ഈ യാഗം ഉണ്ടല്ലോ. ധൂമധൂമ്രാത്മനാം, ധൂമ്രം കൊണ്ട് ധൂമ്രമായ വർണ്ണമായ ആത്മാവോട് കൂടിയ ഭവാൻ,
ഞങ്ങളെ എന്തു ചെയ്യണം? ഭഗവത് പാദപത്മത്തിൻ്റെ ആ രസം നൽകി അനുഗ്രഹിക്കണം. ഇവിടെ ഈ കർമ്മത്തിനെയും ഒന്നിങ്ങനെ താഴ്ത്തുന്നുണ്ട്. അനാശ്വാസേ, ആശ്വാസത്തോട് കൂടാത്തതായ നട്ടു അനാശ്വാസമാണ്. ഏത് കർമ്മം ചെയ്താലും ദുഃഖേത്രേ കിട്ടൂ. ഈശ്വരകർമ്മം അടക്കം ചെയ്താൽ അതിന് വിഷമമുണ്ടാവും ഇല്ലേ? ഒരു പൂജ ചെയ്ത് അതിലൊരു പിഴവ് വന്നു, അല്ലെങ്കിൽ ഒരു കുറവ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായി, ഗണപതി ഹോമത്തിൻ്റെ തേങ്ങ ഉടച്ച് അയ്യേ തേങ്ങ കെട്ടതായിപ്പോയി, കഷ്ടകാലമാണ്, വേറെ തേങ്ങ കൊണ്ടുവരണം. ഇങ്ങനെ എല്ലാ കർമ്മത്തിലും എവിടെ അഗ്നിയിൽ പുകയുണ്ടോ അതുപോലെ കർമ്മത്തിൽ ദോഷമുണ്ട്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞ കാര്യമാണ്. ധൂമേനായതേ വന്നി, എങ്ങനെ ധൂമം കൊണ്ട് അഗ്നി മറയ്ക്കപ്പെട്ടിട്ടുണ്ടോ സാന്നിധ്യം, എവിടെ അഗ്നി ഉണ്ടോ അവിടെ പുകയുണ്ടോ, പുകയില്ലാണ്ട് അഗ്നി ഉണ്ടാവും. അതുപോലെ എല്ലാ കർമ്മത്തിലും ഉണ്ട് അപാകത എന്നാണ്. ഈ പിതൃകർമ്മമൊക്കെ ചെയ്യുമ്പോൾ അവസാനം ക്ഷമാപണമുണ്ട്. അജ്ഞാനാത്വ പ്രമാദാത്വ വൈകല്യ സാധനസ്യവ യത്ന്യൂനമധിഗച്ഛന്തു തത്സർവക്ഷന്തുമർഹതി. പിതൃക്കളോടും ഭഗവാനോടും പ്രാർത്ഥിക്കുകയാണ്. അജ്ഞാനം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സാധനങ്ങളുടെ കുറവ് കൊണ്ടോ എന്തെങ്കിലും തെറ്റ് വന്നാൽ ക്ഷമിക്കണം. എന്ത് തെറ്റാ വരാ? തെറ്റൊക്കെ ഇഷ്ടം പോലെ വരും. കലിയുഗത്തിൽ വിശേഷിച്ചും കർമ്മം നേരെ ശുദ്ധമായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കില്ല. അനാശ്വാസേ കർമ്മണി. ഞങ്ങൾ യാഗം ചെയ്യേണ്ട, അഗ്നി ജലിപ്പിക്കേണ്ട, മന്ത്രം ചെല്ലേണ്ട, അതൊക്കെ ദോഷമുണ്ടാവും. അതുകൊണ്ട് ആശ്വാസമൊന്നും തരില്ല കർമ്മം എന്നാണ്. കർമ്മം ആശ്വാസം തരില്ല എന്നാണ് ഭാഗവതം പറയുക. ഈ കർമ്മം ചെയ്യുക, മണിയടിക്കുക, പൂജ ചെയ്യുക, പ്രതിഷ്ഠ, ക്ഷേത്രം, കർമ്മം, ഇതൊക്കെ എവിടെ ഇതൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ദോഷമുണ്ടാവും. ദോഷമില്ലാത്തത് ഭക്തി മാത്രമേ ഉള്ളൂ. അസ്മിൻ കർമ്മണി. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ കർമ്മയോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ എന്തൊക്കെയാണ് ഇല്ലേ? ചിലപ്പോൾ അശുഭങ്ങൾ കണ്ടു, അമംഗളങ്ങൾ കണ്ടു, കൊടി ഉയർത്തുമ്പോൾ കൊടി പൊട്ടി വീണു, തന്ത്രിക്ക് പെലയായി, ദുർനിമിത്തങ്ങൾ പലതും കണ്ടു, ആന ഒരാളെ കൊന്നു, ഇതൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്നു. ഒരുപാട് അമംഗളങ്ങൾ കാണുന്നുണ്ട് ചില വർഷം ശരിക്കാണ് പോയി എന്നും വരും. അത് സുഖ ദുഃഖ നന്മ തിന്മ സമ്മിശ്രമാണ് കർമ്മം. മുഴുവന് അത് ശരിയാവണം എന്ന് ഇല്ല. അതുകൊണ്ട് കർമ്മത്തിൻ്റെ പിന്നാലെ ഓടണ്ട എന്ന് പറയുകയാണ് ഭാഗവതം. അതുകൊണ്ടൊന്നും സമാധാനം കിട്ടില്ല. അനാശ്വാസേ കർമ്മണി, മുഴുവൻ സുഖം തരാത്തതായിട്ടുള്ള കർമ്മം. അതുകൊണ്ട് ലോകത്തിലധികം ആളുകൾ ധൂമധൂമ്രാത്മനാം പുക പിടിച്ചിരിക്കുകയാണ്. ദക്ഷൻ്റെ കഥ പറയുമ്പോഴും ഈ കഥ പറയുന്നുണ്ട്. ശിവൻ്റെ മഹത്വം അറിയാതെ ആ ദക്ഷൻ ശിവനെ അപമാനിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? പാമ്പിനെ കഴുത്തിട്ട് നടക്കണ വൃത്തിയില്ലാത്തവൻ, ശ്മശാനഭസ്മം ശരീരത്തിലണിഞ്ഞവൻ, അയ്യേ ഇവനെന്നെ കൊടുത്തൂലോ മാൻകണ്ണിയായിട്ടുള്ള എൻ്റെ മകളെ, അബദ്ധം പറ്റീന്ന് പറയുകയാണ്. സതീദേവി പറയുന്നുണ്ട്, അച്ഛാ ഈ പുകച്ച് കർമ്മം ചെയ്യുമ്പോൾ പുകയുണ്ടാവും. അച്ഛൻ്റെ മനസ്സ് മുഴുവൻ പുക പിടിച്ചിരിക്കണു. പുക പിടിച്ചാലുണ്ടോ സത്യം കാണാൻ സാധിക്കണു? ആരാ ഈ പരമേശ്വരൻ എന്നപ്പോൾ അച്ഛൻ വിചാരിച്ച് വിഷയം മാറ്റില്ല കേട്ടോ. അവിടെ സതീദേവിയുടെ ഒരു പ്രസംഗമുണ്ട്. അതുകൊണ്ട് ആ ശിവൻ്റെ മഹത്വം കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ധൂമധൂമ്രാത്മനാം എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് പറഞ്ഞു കേട്ടോ. പുക പിടിക്കുകയാണ്. ഈ കർമ്മം ചെയ്തവരുടെ മനസ്സ് കർക്കശവും. നോക്കിയിട്ടുണ്ടോ? ഒരു ഇളവോ ഒരു ആർദ്രതയോ ഒരു മാർദ്ദവോ അവർക്കുണ്ടാവില്ല. കാരണം കർമ്മം എന്ന് പറഞ്ഞാൽ കർക്കശമാണ്. ആരൊക്കെ ഈ കർമ്മത്തിന് അധികം പ്രാധാന്യം കൊടുത്താൽ അവരിൽ ദയോ ശാന്തതയോ പ്രതീക്ഷിക്കേണ്ട. തന്ത്രിമാർക്കൊക്കെ ചിലപ്പോൾ നല്ല ദേഷ്യം കേട്ടോ. അവരോട് കുറ്റത്തിൽ ദേഷ്യപ്പെടണ്ട എന്നോട്, എന്തെങ്ങനെയൊക്കെ പറയണത്. ദേഷ്യം വരിക. കാരണം ഈ കർമ്മത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. സംഘർഷം മനസ്സിന് വരും. അത് ശരിയായില്ല, അത് ശരിയായില്ല, ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അവിടെ മനസ്സ് ശുദ്ധാവണില്ല. ധൂമധൂമ്രാത്മനാം. പുക അങ്ങനെ ഉയരുന്നതുകൊണ്ട് എവിടെ ശരിക്കും പുക വരണം? മനസ്സിലാണെന്നാണ് ഇവിടെ ആലങ്കാരികമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കണം ഞങ്ങളിപ്പോൾ കുറേയൊക്കെ കർമ്മം ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങ് എന്ത് ചെയ്യണം? ഈശ്വരപാദ കഥ പറഞ്ഞിട്ട് ആ പുകയോ ഒക്കെ ഇല്ലാണ്ടാക്കണം. ഗോവിന്ദപാദപത്മാസവം മധു എന്ന് പറഞ്ഞാൽ അവിടെ
വിശേഷണമാണ് മധുരമായിട്ടുള്ള ഗോവിന്ദപാദപത്മാസവം. ഭഗവത് പാദപത്മത്തിൻ്റെ മഹത്വം വിളിച്ചു പറയുന്ന ഈശ്വരകഥ. ഭഗവത് പാദത്തിൻ്റെ മഹത്വം ഇങ്ങനെ ഘോഷിക്കണം. ആ കഥ കൊണ്ട് അല്ലയോ സൂത രക്ഷിക്കണേ, രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥകൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കിതാ ആപായേതി. ആ കഥയല്ലേ അങ്ങ് പറഞ്ഞു തരുന്നത്. ഇത്ര വലിയൊരു കാര്യമാണ് അങ്ങ് ചെയ്യണത്. എത്രമാത്രം ഞങ്ങൾ അങ്ങേക്ക് കടപ്പെട്ടിരിക്കണമെന്നറിയോ? കേട്ടിട്ടും ഞങ്ങൾക്ക് മതിയാവണില്ല. അതുകൊണ്ട് ഇനിയും ഗോവിന്ദപാദപത്മാസവം മധുരമായിരിക്കുന്ന ഗോവിന്ദപാദപത്മ മാഹാത്മ്യം ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്ന് പറയണ കേൾക്കാൻ ഞങ്ങൾ അത്യാസക്തിയോട് കൂടിയിട്ട് ഇതാ ഇരിക്കണു. കായേന വാചാ മനസേന്ദ്രിയർവാം ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.